വെൽക്കം ടു എ സൺഡേ മോർണിംഗ് വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കുറച്ച് കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ചേന നടാനായിട്ട് പോണേരുന്നു. അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ അവിടെയൊക്കെ ശരിയാക്കി കുഴികളൊക്കെ എടുത്ത് ഓരോ കുഴിയിലും കുറേ ഉണങ്ങിയ ഇലകളും പിന്നെ കുറച്ച് ചാരം അങ്ങനെ വെള്ളമൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ. എന്നിട്ട് നമ്മളിനി ഇതിനകത്ത് വേണം ചേന ഇടാനായിട്ട്. കുറേ കുഴികളൊക്കെ കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ അമ്മയും ഓരോ കുഴി വെട്ടുന്നുണ്ട്. ഈ ചേനകൾ നമ്മൾ മുറിച്ച് വെച്ചേക്കണേന് അതിനകത്തേക്ക് ഇടാനായിട്ട്. അപ്പോൾ ചിലതിങ്ങനെ കറുത്തിരിക്കണുണ്ടോ, അത് നമ്മൾ ചാരമൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചേക്കണേന്. അത് പെട്ടെന്ന് വളരാനായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് കുഴിയൊക്കെ വെട്ടി ഓരോന്നൊക്കെ സെറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണത്. ഇങ്ങനെ ചേന നടണതും നമ്മുടെ അവിടെ അങ്ങനത്തെ അതൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എൻ്റെ ഫസ്റ്റത്തെ ക്യൂരിയോസിറ്റിക്ക് ഞാനിതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കണമായിരുന്നു. നമുക്ക് പിന്നെ എപ്പോഴേലൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ചേന ഇടാനുള്ള എല്ലാം സെറ്റാണ് അവിടെ. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കുറേ ചെടികളുണ്ട്. ഇവിടെ ഇല്ലാത്ത ചെടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം കുറേ ചെടികളുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോഴാണേലും ഓരോ പുതിയ പുതിയ മോഡൽ ചെടികളൊക്കെ കാണുമ്പോൾ അമ്മയും നാത്തോനും ഉണ്ട്. രണ്ടാളും ഓരോന്ന് പറിച്ചിട്ട് വന്നിട്ട് ഇവിടെ എല്ലാവരുടെയും നട്ട് വെക്കും. അതുകൊണ്ട് വീട്ടിൽ കുറേ ചെടികളുണ്ട്. ഇതിപ്പോൾ അച്ഛൻ നേരത്തെ ചാരം തേച്ച് വെച്ചാൽ അത് നടാൻ പോണേണ്. പിന്നെ നമ്മൾ വീടിൻ്റെ സൈഡിലുള്ള ചെടികളാണ് ഇതൊക്കെ. കുറേ ഉണ്ട്. മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കുറേ പൂക്കളാണ് കേട്ടോ. കുറേ പൂക്കളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇതിനിങ്ങനെ വെള്ളമൊഴിച്ച് അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല. ആ മഴയുടെ ഇതിൽ തന്നെ എല്ലാം സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിനും നല്ല പൂവൊക്കെ ഉണ്ട്. ഇതും വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട്. ഇവിടെയൊക്കെ പണ്ട് റബ്ബറായിരുന്നു ഫുള്ള്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പോൾ ആ റബ്ബർ ഫുള്ള് വെട്ടി അവിടെ. ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. അച്ഛൻ വീണ്ടും കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുളമൊന്നുമല്ല, ഒരു കുഞ്ഞിത്. അതിനകത്ത് ഇന്ന് ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ടൊക്കെ തന്നെ. പിന്നെ എന്താ ഇവിടെ കുറേ തെങ്ങ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ പോർഷനാണ്. അവിടെ കുറച്ച് തെങ്ങ്, മാവ് അതെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതാണ് നമ്മുടെ ടോഗോൻ്റെ കൂട്. ഇതാണ് ടോഗോ. അപ്പോൾ ടോഗോ ഇങ്ങനെ ഞാൻ വീഡിയോ ഫോണും കൊണ്ട് നടക്കണിട്ട് എന്താണെന്നും പറഞ്ഞ് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അവനിവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും അവന് കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ, എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെ രാവിലെ ഇടയ്ക്ക് അഴിച്ചു വിടാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ പണിയൊക്കെ എടുക്കണതുകൊണ്ട് അവനെ കൂട്ടി തന്നെയാണ്. അവൻ അതിൻ്റെ ആ ഒരു സങ്കടത്തിൽ എനിക്ക് ടാറ്റയൊന്നും തന്നില്ല. പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെയാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു കിണറൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് വെള്ളമൊക്കെ കിട്ടണത്. പിന്നെ ഇതാണ് പിന്നെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട്. ഇവിടെയൊക്കെ ഫുള്ള് പ്ലാവായതുകൊണ്ട് ഒറ്റ വ്യൂ ഒന്നും എടുക്കാൻ പറ്റാണ്ടായില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഴിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ. നേരത്തെ കുറേ കോഴി ഉണ്ടായിരുന്നു. ഇപ്പം അധികം കോഴിയൊന്നുമില്ല, കുറച്ച് കോഴിയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഞാൻ ആ കോഴീനെ സൂം ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കോഴി തന്നെ മേടിച്ച് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് ഇതെന്താണ് പറ്റിയെന്നുള്ള രീതിക്ക് കോഴി നൈസായിട്ട് പോകാനായിട്ടൊക്കെ നോക്കി. ഞാൻ പക്ഷെ പുറകെ പോയി വീണ്ടും വീഡിയോ കൊണ്ടുവന്ന്. പിന്നെ ഈ പ്ലാവിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ നല്ലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കാനായിട്ട് കൊച്ചിയിൽ നിന്ന് എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് വന്ന സമയത്ത് ഈ പ്ലാവിൽ എന്താ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് ഇവരിവിടെ വന്നപ്പോഴേക്ക് ഈ ചക്ക ഇവർക്ക് കൊടുത്ത് കഴിക്കാണ്ട്. അപ്പോൾ അത് നല്ല റെഡ് കളറിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ചക്കയായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നും അങ്ങനത്തെ ചക്ക കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവർ ആ ചക്ക കണ്ടപ്പോഴേക്കും എല്ലാവരും അടിപൊളി ചക്ക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്, നല്ല മരം നല്ല മരം എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മഴയത്ത് മരം അങ്ങോട്ട് വീണുപോയി, പകുതി പോയി. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വൈറ്റ് കളറിലൊക്കെ ഇങ്ങനെ ഇരിക്കണ. ആ മരം പകുതി അവർ പറഞ്ഞു കണ്ണ് വെച്ച് വീഴ്ത്തിയതാണ്. അത് എപ്പോഴും വരുമ്പോൾ പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മാവിൽ ചക്ക ഉണ്ടാകണത്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ വളകാപ്പിന് അവർ വന്നപ്പോഴാണ് പിന്നെ ഈ ചക്ക കഴിക്കാനായിട്ട് പറ്റിയത്. പക്ഷെ അന്നത്തെ അത്ര ടേസ്റ്റൊന്നും ഇപ്പം ഇല്ല. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ്, സൺഡേ മോർണിംഗ് വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.